ഒരുപാട് പേർക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ, മലയാളം മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാന്നേ, പക്ഷേ സംസാരിക്കാൻ ഒരു പേടി, തെറ്റുമോ എന്നുള്ളത്. ഒന്നും പേടിക്കണ്ട കേട്ടോ, നമുക്ക് മലയാളത്തിൽ സംസാരിച്ച് തന്നെ ഇംഗ്ലീഷ് പച്ചവെള്ളം മാതിരി നമുക്ക് വർത്തമാനം പറയാം. അപ്പോൾ ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയുന്ന വാക്കുകളാണ് കേട്ടോ. അപ്പം നോക്കാം, ഞാനിവിടെ എഴുതിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുന്നു. ഞാൻ പോകുന്നു സാധാരണ നമ്മൾ പറയണല്ലേ ഞാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? ഐ. പോകുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? ഗോ. എല്ലാവർക്കും അറിയണല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ എഴുതുക എന്നുള്ളത് പറയാം. ഞാൻ എന്നുള്ളതിന് ഐ. പോകുന്നു, പോയിട്ട് വരാട്ടോ, പോവാണ് കേട്ടോ. ആണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആം. ആം ഉപയോഗിക്കും, ആം വരും. പിന്നെ ഈസ്, ആർ. ഇതാണ് നമ്മൾ ആണ് എന്ന് ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ ഇവിടെ ഞാൻ ആയതുകൊണ്ട് എന്താണ് ഇവിടെ വരിക? ആം. ആം എന്നാണ് വരിക. ആം. പിന്നെ എന്താ വരുന്നത്? ഗോ എന്നുള്ളതിൽ കൂടെ ഒരു ING കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗോയിങ് ആയി. അപ്പോൾ കറക്റ്റായി, ഈസി ആയില്ലേ? ഗോയിങ്, GOING, ഗോയിങ്. അത്രയേ ഉള്ളൂ. ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക, കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ് എഴുതിയത്? നീ എവിടെ പോകുന്നു. സാധാരണ നമ്മൾ ചോദിക്കത്തില്ലേ, പോവാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചോദിക്കുക? നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ ഓൾറെഡി നീ എന്നതിന് നമുക്കറിയാം, നീ എന്നതിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? യു അല്ലേ. പിന്നെ പോകുന്നു എന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, ഗോയിങ്. കറക്റ്റ്. ഓക്കെ. എവിടെ എന്നുള്ളതിന് എന്താ പറയുക ഇംഗ്ലീഷിൽ? വേർ. ഓക്കെ. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചോദ്യമാണ്, നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ വേർ എന്നാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. എവിടെ എന്നുള്ളതിന് ഇവിടെ ഫസ്റ്റ് വേർ എന്നാണ് എഴുതുക. മനസ്സിലായോ? അപ്പോൾ WHERE, വേർ. നീ. വേർ എന്നുള്ളതിന് നീ ആയതുകൊണ്ട് നമ്മുടെ ഇത് ആർ ഇവിടെ ഉപയോഗിക്കുക. ആർ, വേർ, ആർ. പിന്നെ എന്താ ഉപയോഗിക്കേണ്ടത്? നീ എന്നതിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? യു. വേർ ആർ യു. പോകുന്നു എന്നുള്ളതിന് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു ഇവിടെ, ഗോയിങ്. ചോദ്യം, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു, വേർ ആർ യു ഗോയിങ്. വളരെ എളുപ്പമല്ലേ? ഇത് സാധാരണ നമ്മൾ പറയുന്ന വാക്കുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ ഇപ്പോൾ എല്ലാവർക്കും? അപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. See you soon. Bye.